ഒരു ഫാമിലിക്ക് ജീവിക്കാനായിട്ട് 60, 80, 100 രൂപ. ഇത് 80 2000 വന്നപ്പോൾ 1000 രൂപയായിട്ട് മാറി. ഇത് 2020 വന്നപ്പോൾ 10000 രൂപ. 2020 2040 എത്തുമ്പോൾ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ 1,00,000 രൂപ. ഇപ്പൊ എത്രയായി കൊല്ലം? എത്രയായി? 2026. 14 കൊല്ലത്തിനുള്ളിൽ ഇപ്പൊ തന്നെ ഏകദേശം 1,00,000 രൂപ ഇല്ലെങ്കിൽ അല്ലേ? ഷഹീന എത്ര ശമ്പളം? 75. എത്ര ബാക്കി? ലൊക്കേഷൻ എത്രയുണ്ട്? 1,00,000. ഭാര്യ ഭർത്താവുണ്ട്. ഭാര്യയ്ക്ക് കിട്ടുന്ന 70,000 ഒന്നിനും തികയുന്നില്ല. ഭർത്താവിന് വേറെ. അതായത് ചെലവ് 1,50,000 മേലെ. അപ്പൊ നമ്മുടെ ചെലവ് ആലോചിക്കുക, ഇപ്പൊ തന്നെ 1,00,000 എത്തി. ഇനി സംഭവിക്കാൻ പോകുന്നത് 2040-60 10,00,000 രൂപ വേണം ഒരു ഫാമിലിക്ക് ജീവിക്കാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൊണ്ടോ അല്ലെങ്കിൽ അല്ലെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ കൂടുതൽ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കിയതുകൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. എങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ? അപ്പൊ അതിന് നമ്മൾക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന പുതിയ പ്രൊജക്റ്റാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തൂപ്പുകൾ. ഇത് ഒരു റിസോർട്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന റിസോർട്ടല്ല, ഇത് ഒരു പൊന്മുട്ടയിടുന്ന ഒരു താറാവാണ്. കഥ പറഞ്ഞു ഒരു പൊന്മുട്ട താറാവിന് പറഞ്ഞില്ലേ അല്ലേ? ഈ താറാവ് എല്ലാ ദിവസവും മുട്ടയിടും. ആ മുട്ട മാസം ആകുമ്പോൾ കൂട്ടി വെച്ച് നമുക്ക് വിറ്റിട്ട് അതിൽ നിന്നും ഒരു സമ്പന്നാവാം. പക്ഷേ താറാവിനെ കൊല്ലരുത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഈ താറാവിനെ വാങ്ങിയിട്ട് ഇക്കയെ പോലെ എല്ലാ ദിവസവും മുട്ട ഇട്ടിട്ട് മാസം ആ മുട്ട വിറ്റ് വലിയൊരു പൈസക്കാരനായിട്ട് മാറും. ഇനി താറാവിനെ വാങ്ങാൻ പൈസ ഇല്ലെങ്കിലോ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാം? കൂട്ടമായിട്ട് താറാവിനെ മേടിക്കും. അപ്പൊ താറാവിന് മുട്ട വിറ്റിട്ടുള്ള പൈസ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കിട്ടാം. 3, താറാവിനെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. എന്ത് ചെയ്യാം? താറാവിന്റെ വിറ്റുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുടെ കയ്യിൽ താറാവുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാങ്ങാൻ കാശില്ല, ഞാൻ വിറ്റ് തരാം, എന്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ വിറ്റുകൊണ്ടും നിങ്ങൾക്ക് സമ്പന്നനാവാം. യെസ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ. അപ്പൊ ഇത് പ്രധാനം ചെയ്യുന്ന 3-4 കാര്യങ്ങളിലേക്കാണ്. 1, ആരോഗ്യം. 2, സമ്പത്ത്. 3, സന്തോഷം. 4, ലെഗസി, പാരമ്പര്യം അല്ലെ? ഇവിടെ ഇത് 4 ഒരുമിച്ച് കിട്ടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മുടെ അരികിലുണ്ടോ? ഇതാണ് ചോദ്യം അല്ലെ? ഇവിടെ ചില ആളുകൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ